ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇറ്റ്സ് മീ ആഗ്ന. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു ചെറിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാം. ഇത്ര ഡ്രസ്സ് ഉണ്ട് ഗൈസ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിന് ഓരോന്നായി അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തത് ഇതാ ഈ ഒരു അടിപൊളി അലകൻ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്ക്രാപ്പൊക്കെ വരുന്നത് പ്രത്യേക ഒരു ഭംഗിയാണിത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്, എൻ്റെ അനിയൻ എനിക്ക് മേടിച്ചു തന്ന ഒരു ഗിഫ്റ്റാണ്. ഞാൻ അവന് മേടിച്ചിട്ടാണ്. അവൻ്റെ എൻ്റെ ബർത്ത്ഡേ ഒരേ ദിവസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗിഫ്റ്റ്. ഇത് ഞാൻ തന്നെ പോയി ക്ലാസ്മേറ്റ് പോയി മേടിച്ചാണ്. ബട്ട് ഇതിൻ്റെ ലോക്കൊന്നും തുറന്നില്ല. ഇപ്പോൾ അൺബോക്സിങ് എല്ലാം കാണുന്നു. ഇത് ലോക്ക് ഒരു BTSൻ്റെ ഒരു മിനി ഡയറിയാണ്. അടിപൊളിയാണ് കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഇത് ഞാൻ എല്ലാവരും കൊണ്ട് എഴുതിപ്പിച്ചത് വെറൈറ്റി പേജാണ്. നിങ്ങൾ തന്നെ കണ്ടല്ലോ, ഒരു പിങ്കും ബ്ലൂ ആയിട്ട് ഉള്ളൊരു പേജാണ്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് പുറം ഭാഗം തന്നെ BTS. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് കവായി സ്റ്റിക്കറാണ്. എൻ്റെ 20 സീറ്റ് കവായി സ്റ്റിക്കർ ഉണ്ടെങ്കിലും ബട്ട് എനിക്കിങ്ങനെ ഈ ഒരു കവായി സ്റ്റിക്കർ ഉണ്ട് ഭയങ്കര ക്രേസായി. പ്രത്യേകിച്ച് ഇത് കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതും അത് മാറ്റാൻ എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നല്ല രസമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് ആ പെണ്ണ് കേട്ടോ, BTSൻ്റെ ഡയറീൻ്റെ. ഈ 2 മുട്ടായി പിന്നെ ഞാൻ തന്നെ കേട്ടോ വെച്ചു. നിങ്ങൾ അവൻ തന്നാണെന്ന് വിചാരിക്കണ്ട. ഓക്കെ, ഇത്രയാണ്. നമുക്കിനി ഡ്രസ്സൊക്കെ അൺബോക്സ് ചെയ്യണേലോട്ട് കേട്ടോ. നമുക്ക് ഡ്രസ്സാണ്, എല്ലാ ഡ്രസ്സും നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ മാമി മേടിച്ചു തന്നതാണ് ഞാൻ പെട്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ട് നല്ല ഭംഗിയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് എമ്മ മാമി മേടിച്ചു തന്നു കേട്ടോ. ഈ ടോപ്പ് നല്ല ഭംഗിയുള്ളതാണ്. അടുത്ത് എൻ്റെ അമ്മ മേടിച്ചു തന്നെ പിങ്ക് ടോപ്പാണ്. സുഡിയോത്തെ, മറ്റേതും സുഡിയോത്തെ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് റിവ്യൂ പറയാം. അപ്പോൾ കണ്ടില്ല, ഇതാണ് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. പഫ് സ്ലീവ് ആണ്. ഇതാണ് നമ്മുടെ അലാസ്റ്റിക് ആണ്. പിന്നെ കുത്തത്തില്ല, അതാണ് എൻ്റെ മെയിൻ ഫാക്റ്റ്. പിന്നെ ഒരു റൗണ്ട് നെക്കാണ് നമുക്ക് ഇട്ടിട്ട് വരാം. ഞാൻ അതിൻ്റെ അടുത്തൊന്ന് ഹെയർ സ്റ്റൈല് മാറ്റി. എന്താ വെച്ചാൽ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ. പിന്നെ ഹെയർ സ്റ്റൈൽ അതിലോട്ട് എൻ്റെ ഹെയർ സ്റ്റൈൽ ചേരാത്തതുകൊണ്ട് ഹെയർ സ്റ്റൈലൊന്നും മാറ്റി ഇതായി. എൻ്റെ ഒരു അടിപൊളി ലുക്കിലല്ല. ഞാൻ രാവിലെ അമ്പലത്തിൽ വന്നപ്പോഴുള്ള ലുക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഈ പാൻറ്റും ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. ഇതിൻ്റെ അലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ്. നല്ല ഭംഗിയാണ്. നമുക്കിങ്ങനെ വേനെടുക്കത്തില്ല. നല്ലൊരു സുഖം, കോട്ടൻ്റെ. ഓക്കെ, നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള സാധനമല്ലേ ഈ ഒരു ഡ്രസ്സ്. സ്റ്റുഡിയോ എന്നാണ് കണ്ടോ, ഉറപ്പായിട്ട് മേടിച്ചോളൂ. അടുത്ത് ഞാൻ കാണിക്കുന്നത് എൻ്റെ മേമോ മേടിച്ച ഡ്രസ്സാണ്. രാവിലെ ഞാനിങ്ങനെ കുളിച്ച് അമ്പലത്തിലൊക്കെ ഈ ഡ്രസ്സ് ഇട്ട് പോകാൻ നിൽക്കുകയാണ്. മേമ വരുന്നത്. അപ്പം മേമ വന്നിട്ട് എനിക്ക് ഈ ഡ്രസ്സ് ഞാൻ ഇവിടെ ട്രെൻഡീസ് പോയപ്പം എനിക്ക് വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അന്ന് ഇത് ഭയങ്കര വിലയാണ്. പിന്നെ ഇത് എനിക്ക് പാകം സൈസും ഇല്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞത് മേടിക്കണം മോളെ പറഞ്ഞു. വിലേൻ്റെ ഇതല്ല, ഡ്രസ്സ് പാകമല്ലല്ലോ. പാകമായിട്ട് പിന്നെ ഇട്ടിട്ട് എന്താ കാര്യം. അതുകൊണ്ട് അമ്മ മേടിക്കുന്ന പറഞ്ഞു. പിന്നെ ഞാൻ അടുത്ത ഡ്രസ്സാണ് ഞാൻ മേടിച്ച് കാണിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ റിവ്യൂ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ വേറെ കാര്യമില്ല, ഇട്ടിട്ട് കാണിച്ചത് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ. ബട്ട് എനിക്ക് നല്ല ലൂസ് വെച്ച് നല്ല ലൂസാണ്. ബാക്ക് നിങ്ങൾക്ക് കാണാം, നല്ല ലൂസാണ്. ആ കൈയൊക്കെ എന്താ ഇങ്ങനെ കിടക്കുക വിചാരിക്കും. ഒരു പൊട്ടത്തിൻ്റെ ലുക്ക് ഉണ്ട് സത്യം പറഞ്ഞാൽ. കണ്ടില്ലേ, നിങ്ങൾ തന്നെ നോക്കൂ, അതിൻ്റെ ലുക്കുണ്ട്. ബട്ട് പോട്ടെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ നെക്കാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫാക്റ്റ്. നല്ല ഭംഗിയില്ല കാണാൻ. ഇത് തയ്ച്ചിട്ടിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. ഓക്കെ, നല്ല ഭംഗി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറയ്ക്ക് അങ്ങനെ ആക്കുന്നത് എനിക്കറിയില്ല. ഞാൻ എത്രയോ വട്ടത്തെ ട്രയലാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതിനെ ഒന്ന് നന്നാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിൻ്റെ അടിയിലൊരു ഫ്ലഫി ആയിട്ടുള്ള സ്ലീവാണുള്ളത്. ഇതിൻ്റെ കൈ കണ്ടി നല്ല ഭംഗിയിലും എന്താ പറയുക, ഒരു പഫ് നെക്കായിട്ട് നമ്മൾ ആ തുണി നല്ല വില കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു ബോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് അയച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എൻ്റെ അമ്മ പൈസ തന്നു നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പോയപ്പോഴാണ് ഞാൻ മറ്റേ ഡ്രസ്സ് കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പോൾ എനിക്കത് പാകമാകത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് ആ ഡ്രസ്സ് എനിക്ക് പാകമല്ല. നല്ല ഭംഗിയാണ്. ഒരു ഫ്ലോറലാണ്. എനിക്ക് തോന്നുന്നു ഫ്ലോറലുണ്ട്. ഒരു ബ്ലാക്ക് ആണ് കളർ. സ്ലീവ്ലെസ് മറ്റൊരു ഓവർ കോട്ടുള്ള. നെക്സ്റ്റ് ഇതാ അതേ മറ്റൊരു ബ്ലാക്ക് കളർ ഉണ്ട്. പിന്നെ ഇതിടാം. എൻ്റെ എല്ലാം എനിക്ക് തോന്നുന്നു നല്ല കോട്ടൺ ആണ്. നല്ല സുഖമുണ്ട് ഇടാൻ എനിക്ക്. പിന്നെ 2 പോക്കറ്റൊക്കെ ഉണ്ട്. ഇതൊരു ടോപ്പ് മാതിരിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഞാൻ ഇട്ടിട്ടാണ്. ഞാൻ എൻ്റെ മറ്റേ
ഈ പാൻറ്റിലോട്ടാണ്, പിങ്ക് പാൻറ്റിലോട്ടാണ്. ഇത് എനിക്ക് മാച്ച് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്കിത് കുറച്ചൊക്കെ മാച്ചായിട്ട് തോന്നി. എന്താ വെച്ചാൽ ഇത് കുറച്ചൊക്കെ ഭംഗിയുണ്ടല്ലേ കാണാൻ. എനിക്ക് ഇച്ചിരിയൊക്കെ ഇഷ്ടമായി, നല്ല രസമുണ്ട്, നല്ല ഭംഗിയാണ്. പിന്നെ ഇതിന് മാച്ചായിട്ടുള്ള പാൻറ്റല്ല ഞാൻ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റേതായ ഇതുണ്ടാവും. പിന്നെ ഈ പാൻറ്റ് നിങ്ങൾ കണ്ടില്ല, ഒരു അടിപൊളിയാണ്. ഇതിൻ്റെ കുട്ടമാമ മേടിച്ചു തന്നതാണ്. മാമൻ്റെ ഭാര്യയാണ് ഉണ്ണിമാമി. ഇവർ രണ്ടാളും മേടിച്ചു തന്നത് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ആയിട്ട് ഞാൻ ഇട്ടത്. ആകെ 1-2 വെച്ച് ഇട്ടിട്ടുണ്ടാവുള്ളൂ. ഒരു തോനെ ഡ്രസ്സ് മേടിച്ചു തന്നത്. പിന്നെ നല്ല ഹെയർ സ്റ്റൈൽസും പോയി. ഇതിന് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ അതിന് ബാക്കിയുള്ള കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാം. അടുത്തതാണ് ഈ ഒരു ഡ്രസ്സ്, അടിപൊളിയല്ല കാണാൻ. ഇത് മാമ മേടിച്ചു തന്നത് തന്നെയാണ്, നല്ല ഭംഗിയാണ്. ഇതിട്ടിട്ടാണ് ഇങ്ങനെയാണ്, കണ്ടില്ലേ. ഈ പാൻറ്റിലോട്ട് നന്നായിട്ട് മാച്ചാകും, നല്ല ഭംഗിയാണ്, നല്ല സുഖമാണ്. അലാസ്റ്റിക് മെറ്റീരിയലാണ്, കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ. വലിയ ഷെമീസ് ഇടാം വേണ്ടവർക്ക്. ഓക്കെ, നല്ല രസമല്ലേ കാണാൻ. അതിൻ്റെ അടുത്ത വേറെ തന്നെ ഉണ്ട്. ഇതിട്ട് ഇങ്ങനെ പറയുമ്പോഴാണ് അമ്മ പറഞ്ഞത് അടുത്ത ഡ്രസ്സില്ലേ അത് ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഇട്ടിട്ട് മതി, ഇത് നമുക്ക് അടുത്തതിലിട്ടാണ്. അപ്പോൾ ഈ പാൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് മക്കളെ, എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇതിടാന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചതാണ് മക്കളെ. ഇതൊക്കെ ഇതാണ് നല്ല രസമില്ല. ഈ ഡ്രസ്സ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒരു അടിപൊളി എലഗൻ്റാണ്. ഇതും അലാസ്റ്റിക് തന്നെയാണ്. ഇതും എനിക്ക് കുട്ടാമാൻ മേടിച്ചു തന്നാൽ. ഞാൻ അടുത്ത് ഈ പാൻറ്റ് ഇട്ടിട്ട് രണ്ടും കാണാം. ഇതിനെ പറ്റി പറയാൻ തോന്നുന്നുണ്ട്, നമുക്ക് ഇട്ടിട്ട് കാണാം. യെസ് ഗൈസ്, ഇതാണ് ഇട്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് വെയർ ചെയ്യാം. ബട്ട് എനിക്ക് അങ്ങനെ വെയർ ചെയ്യാൻ ഇപ്പം മൂഡില്ലാത്തതുകൊണ്ട് ഞാനിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഇതാണ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഇത് റീയൂസബിളാണ്, വേണമെങ്കിൽ എടുക്കാം, തിരുമ്പളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഊരി വെക്കാം. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സ്ട്രാപ്പുള്ള ജീൻസ് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്താ വെച്ചാൽ കീറിയ മരത്തെ സ്ട്രാപ്പുള്ള പക്ഷേ നമ്മുടെ ഇവിടെയും കാണും, എല്ലാ വീഡിയോ തരുന്നിട്ട് ഒന്നിലും കാണും. ബട്ട് എനിക്ക് മാമൻ മേടിച്ചത്, ഐ എം സോ ഹാപ്പി. പിന്നെ ബാക്കിൽ 2 പോക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെല്ലാം മാമൻ മേടിച്ചതാണ്. എനിക്ക് 10ൽ എന്താ പറയുക 8 മാമൻ മേടിച്ചതിന് 8 ഡ്രസ്സോളം മാമൻ മേടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ടോപ്പും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് വരാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ടോപ്പാണെങ്കിലും പക്ഷേ ഇട്ടിട്ട് എനിക്ക് ഭംഗി തോന്നി എൻ്റെ കയ്യിലുള്ള ഈ ടോപ്പാണ്. നമുക്കൊന്ന് കാണാം. കണ്ടില്ല ഗൈസ്, ഇതാണ് എനിക്ക് ഇട്ടിട്ട് ഇഷ്ടമായത്. ഇതിലോട്ട് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്, നല്ല സേഫ്റ്റി ആട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായതും. നല്ല സുഖമാണ് അതിടാൻ. നമ്മൾ ഇങ്ങനെ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യും കൂടി ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇടാൻ, ഭയങ്കര രസമുണ്ട് ഇടാൻ. എനിക്കിങ്ങനെ കുത്തുന്ന ടൈപ്പൊന്നും ഞാൻ ഇടത്തില്ല. അടുത്ത് നമ്മളെ പൊന്നുമാണ് നമുക്ക് വീഡിയോ എടുത്തിരുന്നത്. അവൾ മേടിച്ചാണ് ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി. ബട്ട് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്റ്റ് എന്തായാലും ഇത് കുത്തത്തില്ല. എനിക്ക് മേടിച്ച ഒരെണ്ണം പോലും കുത്തത്തില്ല. എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയത് ആ ഫാഷൻ എഴുതിയതാട്ടോ. ഇങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും എനിക്ക് അങ്ങനത്തെ ഇഷ്ടം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഗായ്സ്, ഞാനിത് ഇട്ടപ്പോൾ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. ഇത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച ഇത്രയൊന്നും ഭംഗി ഉണ്ടാവില്ല എന്നാണ്. ഇത് നല്ല ഭംഗിയുണ്ടാവും, ഫാഷൻ നല്ല രസമില്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എനിക്ക് എന്താ നന്നായിട്ട് തന്നെ ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിട്ടോ കൂട്ടുകാരൻ. എനിക്കറിയില്ല എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ സ്ട്രാപ്പൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ആ ഡ്രസ്സ് എനിക്ക് എല്ലാത്തിലും ഏറ്റവും ഭംഗി അത് തന്നെയാണ് തോന്നി. അടുത്ത് ഞാൻ മാമൻ മേടിച്ച് കുറച്ച് ആക്സസറീസൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ, അതാണ് കാണിച്ചു തരുന്നത്. ഇതാ അപ്പോൾ നമുക്ക് നമ്മുടെ വാച്ച്, ഞാൻ ഫസ്റ്റ് കാണിച്ച വാച്ചില്ലായിരുന്നോ, ആ വാച്ചിൻ്റെ പെട്ടിയാണ് ഇതാ കിടക്കുന്നത്. ഞാൻ ഫസ്റ്റ് അങ്ങോട്ട് ഇട്ട് വെച്ച്, ഞാൻ ലാസ്റ്റ് അങ്ങോട്ട് ഊരി വെച്ചതാണ്. ഇതാണ് നല്ല ഭംഗിയില്ല കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ കൂടെയുള്ളൊരു ബോയാണ്. ഇത് എന്ത് മെറ്റീരിയലാണ് അറിയോ, ഓർഗാൻസിൻ്റെ മെറ്റീരിയൽ. നല്ല ഇത് സ്റ്റോൺസൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല ഭംഗിയിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫ്രോക്കിൻ്റെ കൂടെ ഇട്ടാൽ ഉഷാറായിരിക്കും, അടിപൊളിയാവും. നെക്സ്റ്റ് കാണിക്കുന്ന ഒരു റിബൺ തന്നെ. ഇത് എനിക്ക് അതിൻ്റെ കെട്ടിൻ്റെ ഭാഗത്തുള്ളത് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ക്യൂട്ടായിട്ട്. ഇത് മാമൻ മേടിച്ച തന്നെയാണ് കേട്ടോ. ഏകദേശം ഇല്ല മാമൻ മേടിച്ച തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എന്താണെന്നറിയില്ല, അത്രയും സൂപ്പറായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് അമ്മ ചോദിച്ചു ഇത് അങ്ങനെ ഇടുന്നതാണോ, എന്താ പറയുക തലയിൽ കൂടെ പോയി. നല്ല അമ്മ അത് ബോയ് ആയിട്ട് ഇടുന്നതാണെന്ന് ഞാൻ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കി ഗൈസിൻ്റെ 2ാം പാർട്ട് ഉണ്ടാവും. അച്ചു ചേച്ചി പഠിച്ച നല്ല സ്റ്റേഷനറി ഐറ്റംസാണ്, നല്ല ഭംഗിയാണ് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും എല്ലാം ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ, സീ ഓൾ, ലവ് യു.